ഇന്നത്തെ പുരോഗതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ ബോർഡ് ഇന്നത്തെ മെഡിക്കൽ ബോർഡിൽ ഞാൻ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളക്കുലസ് മെഡിക്കൽ ഡയറക്ടർ ആൻഡ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ചീഫ് ഓഫ് ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ ഗൗതം ഉണ്ട്, ന്യൂറോ സർജൻ ഉണ്ട്, ഡോക്ടർ മിഷേൽ ഉണ്ട് ആൻഡ് പൾമണോളജിസ്റ്റ് ചീഫ് ഡോക്ടർ സുബിനുണ്ട്. ഇന്ന് ഞങ്ങളുടെ കൂടെ വിഷ്ണു ഉണ്ട്, മാഡത്തിൻ്റെ മകനായ വിഷ്ണു, മൂത്ത മകനായ വിഷ്ണു ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ സെഡേഷനുള്ള ഡോസ്, മരുന്നിൻ്റെ ഡോസ് ഇത്തിരി കുറച്ചു. നമുക്ക് പ്രതികരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചത്. ഇന്ന് രാവിലെ അത് കുറച്ച് ഒരു 7 മണിയായപ്പോൾ മാഡം അവേക്കായി. അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണ് തുറന്നു, മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ് ബ്രെയിനിൻ്റെ കാര്യത്തിൽ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലങ്സ്, അതാണ് നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ചാലഞ്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തും ഇന്നത്തെ എക്സ്റേയിൽ നേരിയ രീതിയിലുള്ള ഒരു പുരോഗതി കാണിക്കുന്നുണ്ട്. എക്സ്റേയിൽ ഇന്നലെ കണ്ട ഒരു പാച്ച് ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതും നമുക്കൊരു ആശാവഹമായൊരു സംഗതിയാണ്. ആൻഡ് ഇനി നമുക്കുള്ള ചാലഞ്ചിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്ന് ഒരു ബ്രോങ്കോസ്കോപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. കാരണം ഇന്നലത്തെ ഇൻഫെക്ഷൻ കണ്ടപ്പോൾ ഇന്നലെ എറണാകുളം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വേണുഗോപാൽ ഹാഡ് കം ആൻഡ് സീൻ ദ പേഷ്യൻറ്റ്, പൾമണോളജിസ്റ്റ്. അവരും ഇത് തന്നെയാണ്, നമ്മൾ സജസ്റ്റ് ചെയ്ത് തന്നെയാണ് ഇന്ന് ഇത് ചെയ്യാമെന്ന്. പക്ഷെ ഇന്നത്തെ എക്സ്റേയിലെ ക്ലിയറൻസ് കണ്ടപ്പോൾ നമ്മളത് ഡിഫർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ ഒരു ബ്രോങ്കോ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് ഇനി നമ്മളുടെ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ, ഇനിയിപ്പോൾ നല്ലൊരു ചതവ്, 3 റിബ്സ് ഇവിടെയും ഇവിടുത്തെ ഒരു റിബും പൊട്ടിയത് കൊണ്ട് ഉണ്ടാവുന്ന ലങ്സിൽ ഉണ്ടാവുന്ന ചതവും, ആൻഡ് ആസ്പിറേഷൻ, ബ്ലഡ് നല്ലോണം ക്ലോട്ട് ചെയ്തിട്ട് ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ അർദ്ധാബോധാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വിഴുങ്ങൽ, കുറേ ബ്ലഡ് ലങ്സിൽ പോയിട്ടുണ്ട്. നമ്മൾ കുറച്ചൊക്കെ എടുത്ത് കളഞ്ഞു, എന്നാലും കുറേ ഈ അറ്റത്ത് കിടക്കുന്നത് നമുക്ക് എത്തത്തില്ല ബ്രോങ്ക് വെച്ചിട്ട്. അപ്പോൾ അത് അബ്സോർബ് ചെയ്ത് തന്നെ പോകണം ആൻറ്റിബയോട്ടിക് കൊണ്ട്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ആൻഡ് പേഷ്യൻ്റ് ഈസ് സ്റ്റിൽ ഓൺ വെന്റിലേറ്റർ. ഗുരുതരാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ഗുരുതരാവസ്ഥ തന്നെയാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറി 24 മണിക്കൂർ കഴിയണം ഗുരുതരാവസ്ഥ തടണം ചെയ്തു എന്ന് പറയാനായിട്ട്.